എന്റെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മൾ പഠിച്ചാൽ ഇത് കഷ്ടതയുടെ പുസ്തകം. നമുക്കറിയാമല്ലോ, ആത്മീയമല്ലാതെ ഭൗതികമായിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹത്തെ കുറിച്ചല്ല ഈ തിരുവചനം പറയുന്നത്. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകേണ്ട വിധങ്ങളെല്ലാം കടന്നു പോയിട്ട് നമ്മൾ എവിടെ എത്തുകയുള്ളൂ? കർത്താവ് നമുക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. ഇവിടെ നാം വായിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർത്തല്ലോ, സന്തോഷമുള്ളത് കൈപ്പേറിയത് സന്തോഷകരമല്ലാത്ത ഒരു ജീവിതം. ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയെങ്കിലേ നമ്മൾ വാസ്തവമായി നമ്മെ സ്നേഹിക്കുന്ന, എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമ്മൾ ധീരരായി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ കർത്താവിന്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ, അപ്പോൾ തന്നെ എബ്രായ ലേഖനം 12:6 നാം വായിക്കുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന